അപ്പോൾ ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു എയർ പ്യൂരിഫയർ ആണ്. ക്യൂബോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ Q200 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്മാർട്ട് എയർ പ്യൂരിഫയർ ആണ്. അപ്പോൾ ഇത് പുതിയതായിട്ട് ഇറങ്ങിയ ഒരു സാധനമൊന്നുമല്ല, പക്ഷെ നമുക്കൊരു അത്യാവശ്യം വന്നപ്പോൾ നമ്മൾ ഇത് എടുത്തതാണ്. ഞാനിപ്പോൾ കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട് വീഡിയോസൊന്നും ചെയ്യുന്നുണ്ടായില്ല. കാര്യം ഇടയ്ക്ക് ഇങ്ങനെ ജലദോഷം വരും, പിന്നെ മാറും, പിന്നെയും വരും. അതുപോലെ നല്ല ചുമയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായി. നേരത്തെ തൊട്ട് തന്നെ വരുന്നുണ്ടായി. 1-2 മാസം തൊട്ട് ഞാൻ നോട്ടീസ് ചെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു കാര്യമില്ലെങ്കിൽ പോലും വെറുതെ ഇങ്ങനെ ജലദോഷവും ചുമയൊക്കെ വരാറുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴായപ്പോൾ ഒന്ന് നല്ലപോലെ കൂടി, അതുപോലെ കൊച്ചിനും നല്ലപോലെ കൂടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു സംശയം. അതുപോലെ തന്നെ റൂമിന്, നമ്മുടെ ഈ ഒരു റൂമിലാണെങ്കിലും പെട്ടെന്ന് പൊടി കയറുന്നുണ്ട്. അപ്പോൾ പൊടി നമുക്ക് വലിയ പ്രശ്നമില്ല, അത് കാണാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇനി വല്ല അലർജി ആണോ എന്താ സംഭവം എന്ന് എനിക്കറിയാൻ പാടില്ല. ഈ പൊടിയുടെ ശല്യം കൂടിയപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കൊരു എയർ പ്യൂരിഫയർ എന്തായാലും എടുത്ത് നോക്കാം, എന്നിട്ട് നോക്കാം എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇത് ഞാൻ എടുത്തത് ഫ്ലിപ്കാർട്ട് വഴിയാണ്. അതുകൊണ്ട് തന്നെ ഫ്ലിപ്കാർട്ട് ഇവിടെ ഒരു ഇതൊക്കെ ഒട്ടിച്ചിട്ടുണ്ടായി. അതാണ് ഈ ബോക്സിനകത്തൊക്കെ ഈ പാട് വരുന്നത്. ഈ ഒരു ബോക്സ് സ്റ്റൈലിൽ തന്നെയാണ് വന്നത്. ഫ്ലിപ്കാർട്ട് ശരിക്കും ഓപ്പൺ ബോക്സ് സംഭവമൊക്കെ അവർ എനേബിൾഡ് ആയിട്ടായിരുന്നു വന്നത്. അതിന് കുറച്ച് 10-18 രൂപ 19 രൂപ കണ്ടെന്തോ പിടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓപ്പൺ ബോക്സ് ഒന്നുമല്ല, നമുക്ക് സീൽഡ് ബോക്സ് ആയിട്ട് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഡിലേ അടുപ്പിക്കാൻ നമുക്ക് അൺബോക്സിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ബോക്സ് വരുന്നത്. അത്യാവശ്യം വലിയ ബോക്സാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത്. കാര്യം ഇല്ലെന്നുണ്ടെങ്കിൽ നിൽക്കില്ല. അതുപോലെ ഇവിടെ പറയുന്നുണ്ട് എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത്. ഇതിനകത്ത് നമുക്ക് സ്ലീപ്പിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് അതുപോലെ തന്നെ മാനുവലി നമുക്ക് സ്പീഡ് കാര്യങ്ങൾ ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, ഫാൻ സ്പീഡ്. അതുപോലെ നമുക്ക് വോയിസ് കൺട്രോൾ കാര്യങ്ങളുണ്ട്. അലക്സ ആയിട്ടും ഗൂഗിളൊക്കെ ആയിട്ട് ഗൂഗിളിൻ്റെ അസിസ്റ്റൻറ്റുമായിട്ടൊക്കെ നമുക്ക് പെയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ ഗൂഗിൾ, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അതുപോലെ ഇവിടെ AI കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അതല്ലാതെ നമുക്ക് ബാക്കിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പ്രൈസ് കാര്യങ്ങൾ, മോഡലും സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇവിടെ കണ്ടോ, Q200 ആണ് നമ്മുടെ മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ നമുക്കൊരു ആപ്പ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ ആപ്പ് വഴി നമുക്ക് കൺട്രോൾ ചെയ്യാം, ക്യൂബോ ആപ്പ്. പക്ഷേ ഇവിടെ നമുക്കൊരു ട്വിസ്റ്റ് ഉണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഈ ആപ്പ് ഒരുപാട് പേര് പറഞ്ഞിട്ട് ഒരു ബഗ് ഉണ്ടെന്നുള്ളത്. കാര്യം സ്മാർട്ട് കണക്ടിവിറ്റി ആണെങ്കിൽ ഇടയ്ക്ക് ഡിസ്കണക്റ്റ് ആയി പോകും വൈഫൈ ആയിട്ട്. അപ്പോൾ നമുക്ക് ഈ ആപ്പ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല, അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ പറയുന്നുണ്ട്, ഒരുപാട് പറയുന്നുണ്ട്. കൂടുതൽ ഡിലേ അടുപ്പിക്കുന്നില്ല, അതൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് ഉപയോഗിച്ച് നോക്കിയാൽ അറിയാൻ വേണ്ടി പറ്റുള്ളൂ. നമുക്ക് എന്തായാലും ഇതൊന്ന് തുറക്കാം. ഞാൻ പറഞ്ഞു ഇവിടെ സീലൊന്നും പൊട്ടിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. നമുക്ക് സീലൊക്കെ പൊട്ടിക്കാനുള്ളൊരു അവസരമുണ്ട് ഇതിനകത്ത്. ഇവിടെയാണ് നമ്മുടെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് ഫാൻ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതും ടൈമർ സെറ്റ് ചെയ്യാനുള്ളതും ഇത് ലൈറ്റ് ഓൺ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്മാർട്ട് ബട്ടണാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ടച്ച് ബട്ടൺസ് ആണുള്ളത്. ഓൺ ഓഫ് എന്നൊക്കെ പറഞ്ഞാൽ അത് തന്നെയാണ്. നമുക്ക് ഫിൽറ്റർ റീപ്ലേസ്മെൻറ്റിന് ഇവിടെ ഒരു വാണിംഗ് കാണിക്കും, അതാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് പറയുന്നത്. ഇതിപ്പോൾ ടൈമറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 1, 2, 4, 8 അങ്ങനെ മണിക്കൂറായിട്ടാണ് ഇത് ഫാൻ സ്പീഡ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ലോക്കിൻ്റെ ഓപ്ഷനൊക്കെ ഇവിടെ കാണിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് സെറ്റപ്പ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിൽറ്റർ നമുക്ക് ഊരി, അതൊരു പ്ലാസ്റ്റിക് കവറിങ്ങിലായിരിക്കും വരുന്നത്. അപ്പോൾ അത് ഊരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ പിടിച്ചിട്ട് തിരിച്ചു കഴിഞ്ഞാൽ സാധനം ഇങ്ങോട്ട് പോരും. കണ്ടോ, ഫിൽറ്റർ എടുക്കുക. ഇതാണ് നമ്മുടെ ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഫിൽറ്റർ നമുക്ക് പതുക്കെ കവറിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. ഇവിടെയാണ് അപ്പോൾ ഇവിടെ ഫിൽറ്റർ സീൽഡ് കവറിലാണ് വരുന്നത്. ഫിൽറ്റർ നമുക്ക് പൊട്ടിക്കാനുണ്ട്. ഫിൽറ്റർ പൊട്ടിച്ചെടുക്കുക. അപ്പോൾ ഫിൽറ്ററിൻ്റെ സ്പെക്ക് കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ ഇവിടെ സൈഡിലും എല്ലാം കൊടുത്തേക്കാം. പറയാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫിൽറ്റർ എടുത്ത് ജസ്റ്റ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം, ഇതിനകത്തേക്ക് ഇറക്കി വെക്കുക. ഓക്കെ, ഇപ്പോൾ ഇറങ്ങിയിരുന്നു. ഇത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇത് ഇടുക. എവിടെ ഇടാം, എവിടെയും ഇടാം. ഇവിടെ കൊണ്ടുവന്നിടുക. എന്നിട്ട് ഇങ്ങോട്ട് തിരിക്കുക. സാധനം ലോക്കായി, ഇനി ഊരി പോരില്ല. അതിനുശേഷം നമ്മുടെ ഇതിനിങ്ങോട്ട് ഫ്രണ്ടിലേക്ക് എടുത്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള സംഭവം. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വയർ കൊണ്ടുപോയി നമ്മുടെ പ്ലഗിൽ കൊണ്ടുപോയി കണക്ട് ചെയ്യണം. അതിനുശേഷം വൈഫൈ കണക്ടിവിറ്റിയുടെ കാര്യങ്ങൾ എങ്ങനെ നോക്കണം, നമുക്ക് ആപ്പ് ഡൗൺലോഡ് ആയിട്ട് നോക്കാം എങ്ങനെ സെറ്റപ്പ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എയർ പ്യൂരിഫയർ ഓൺ ചെയ്ത് ഇതിപ്പോൾ റണ്ണിങ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഓട്ടോയിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ലൈറ്റ് ഇങ്ങനെ സെൻസ് ചെയ്തിട്ട് ഇപ്പോൾ സ്പീഡ് കൂടും. സൗണ്ട് കേട്ട് അതിനെ അറിയാൻ വേണ്ടി പറ്റും. കണ്ടോ, അത് ഗ്രീൻ ആകുമ്പോൾ ഓക്കെ ആവും. ഇപ്പോൾ അങ്ങനെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്തായാലും ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു ലോഗിൻ ചെയ്യണം, ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ ഇമെയിലും പാസ്വേഡും വെച്ചിട്ട് അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോയിട്ട് പ്യൂരിഫയർ ഇവിടെ സെലക്ട് ചെയ്യണം. ഓക്കെ, നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് റീബൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഒന്ന് പവർ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അവരതാണ് പറയുന്നത്. പവർ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. എന്താണ് അവസ്ഥ എന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. ഓക്കെ, ഇപ്പോൾ റീബൂട്ടായിട്ടുണ്ട് സാധനം.
ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് ബ്ലിങ്ക് ചെയ്തുകൊണ്ട് നിൽക്കണമായിരിക്കും. ഇപ്പോൾ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബ്ലിങ്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്കിവിടെ യെസ് കൊടുക്കാം. വൈൽ യൂസിങ് ദ ആപ്പ്. ഒരുപാട് കണക്ഷൻ കഴിക്കുന്നുണ്ട്. ഒരു ഡിവൈസ് കാണിക്കുന്നുണ്ട്. ഇതിന് ബ്ലൂടൂത്ത് ആണെന്ന് തോന്നുന്നുള്ളത്. ബ്ലൂടൂത്ത് വഴി നമുക്ക് കണക്ട് ചെയ്യാം. കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വൈഫൈ ചോദിക്കുന്നുണ്ട്, വൈഫൈയിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ എയർ പ്യൂരിഫയർ ഇവിടെ കണക്റ്റഡ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ലിവിങ് റൂമാണ് എന്താണെന്നുള്ളത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ലിവിങ് റൂം തന്നെ കൊടുക്കാം. കണ്ടിന്യൂ കൊടുക്കാം. കണ്ടിന്യൂ ഇപ്പോൾ കൊടുത്തിട്ടൊന്നും സംഭവിക്കുന്നില്ലല്ലോ. കണ്ടിന്യൂ കൊടുത്തു. ഡിവൈസ് കമ്മീഷൻ. ഇതിപ്പോൾ അവർ സ്റ്റെപ്പൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. അതുപോലെ തന്നെ പറയുന്നുണ്ട് കണ്ടോ, ഒരു അടിയെങ്കിലും മാറ്റി വെക്കണം പ്യൂരിഫയർ. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ ഓക്കെ. നമുക്കിവിടെ ഡിവൈസ് കണക്റ്റ് ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ള കൺട്രോൾസൊക്കെ ഇവിടുന്ന് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് മെയിനായിട്ട് വേണ്ട അതാണ്. ഇപ്പോഴും ലോഡിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ അപ്പോൾ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ഡിവൈസ് നൗ കണക്റ്റഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അലക്സ ഓൾറെഡി ഉള്ളതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി സിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമുക്കവിടെ പോകാം. ഇനി പെറ്റ് അക്കൗണ്ടൊക്കെ കൊടുക്കേണ്ട വരുമായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കൺഫർമേഷൻ വന്നിട്ടുണ്ട്. നമ്മൾ ആമസോൺ സൈനിനൊക്കെ ചെയ്തതിനപ്പോൾ നമ്മൾ അലോ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇതുമായിട്ട് നമ്മുടെ അലക്സയായിട്ട് ഇൻ്റഗ്രേറ്റഡ് ആവുക സാധനം. ഇപ്പോൾ അവിടെ ഇപ്പോൾ സക്സസ്ഫുൾ ഇതായെന്നും പറഞ്ഞ് കാണിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് വന്നിട്ടുണ്ട് ഡിവൈസിൻ്റെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് എന്തായാലും വിട്ടുകളഞ്ഞേക്കാം. ഡിവൈസ് കോൺഫിഗറേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണിക്കുന്നുണ്ട് PM 2.5 വാല്യൂ നിങ്ങൾക്ക് ഇവിടെ കണ്ടെയ്നർ ചെയ്യാൻ വേണ്ടി പറ്റും. 72 എന്നാണ് പറയുന്നത്. ഒരു ഒക്കേഷ് ആയിട്ടുള്ളതാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് മാനുവൽ ഓപ്ഷൻസ് എല്ലാം ഇവിടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചൈൽഡ് ലോക്കിൻ്റെ ഓപ്ഷനൊക്കെ ഇവിടെ ഉണ്ട്. കൗണ്ട് ഡൗൺ, ഫിൽറ്റർ ലൈഫ് കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ മാറ്റി നോക്കാം. ഇപ്പോൾ മാനുവലായിട്ടുണ്ട്. ഇപ്പോൾ സ്പീഡ് നമുക്കിവിടെ അതേ ലോ കാണിക്കുന്നത് ഉണ്ടോ, അത് വേണമെങ്കിൽ ഇവിടെ നിന്ന് കൂട്ടാം. ഞാനിപ്പോൾ മീഡിയം നെക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഹൈയും നെക്കി നോക്കാം. സ്പീഡ് ഇതാണ് ഹൈയിലുള്ള സ്പീഡ്, ഇതാണ് ലോവിലുള്ള സ്പീഡ്. ഇപ്പോൾ നമുക്കൊരു സ്ലീപ്പ് മോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് ഇട്ട് നോക്കാം എന്തോരം സ്പീഡ് ഉണ്ടാവും എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ സ്ലീപ്പ് മോഡിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കാറ്റ് വരുന്നുണ്ട്, ചെറുതായിട്ടാണ് കാറ്റ് വരുന്നത്. പക്ഷേ സൗണ്ട് നമുക്കില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ലൈറ്റ് നമ്മുടെ പോയി കണ്ടോ. അപ്പോൾ നമുക്ക് രാത്രിയൊക്കെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമുക്ക് റിമോട്ടായിട്ട് ഓഫ് ചെയ്യാനും പറ്റും. ഇപ്പോൾ ഓഫാണ് കണ്ടോ. നമുക്ക് ഇതിൽ നിന്ന് തന്നെ ഓൺ ചെയ്യാൻ വേണ്ടി പറ്റും. വലിയ ലാഗൊന്നും കാണുന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോഴേ നമുക്ക് അറിയാൻ വേണ്ടി പറ്റുള്ളൂ എങ്ങനെയാണെന്നുള്ളത്. ഗൈസ്, നമ്മളിപ്പോൾ നമ്മുടെ ഫിൽറ്ററിനൊന്ന് ഊരാൻ വേണ്ടി പോകുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 5 ദിവസത്തോളം ആയിട്ടുണ്ട് നമ്മുടെ റൂമിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. ഫിൽറ്റർ ഊരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അൺലോക്ക് ചെയ്യാനുണ്ട്. അതിപ്പോൾ ഇങ്ങോട്ട് തിരിക്കണം. അപ്പോൾ നമ്മൾ തിരിച്ചിട്ടുണ്ട്. ഫിൽറ്ററിന് എടുക്കാൻ വേണ്ടി പോകുന്നതാണ്. അപ്പോൾ ഇവിടെയൊന്നും അങ്ങനെ വലുതായിട്ടൊന്നും അഴുക്കൊന്നും കാണുന്നില്ല. പക്ഷെ ഇവിടെയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് പൊടികളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് പൊക്കി നോക്കാം ഫിൽറ്ററിന് എന്താണ് അവസ്ഥ എന്നുള്ളത്. നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും പൊടി ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ അത്യാവശ്യം പൊടിയുണ്ട് കണ്ടോ. അപ്പോൾ ഇതാണ് അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പൊടിയുണ്ട്. ഇതിൻ്റെ അകത്തങ്ങനെ നല്ല രീതിയിൽ പൊടി എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇതിനകത്ത് അത്യാവശ്യം നല്ലപോലെ തന്നെ പൊടി കയറിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. എന്താണ് അവസ്ഥ എന്നുള്ളത് കണ്ടോ. ഒറിജിനൽ കളർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ആയിട്ടില്ല ശരിക്കും. ഇതാണ് നമ്മുടെ ഒറിജിനൽ കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണുന്നതൊക്കെ പൊടിയാണ്. അപ്പോൾ അത്യാവശ്യം നല്ലപോലെ ഇത് പൊടി വലിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഈ ഒരു സാധനം ഒരു 5 ദിവസത്തിൽ കൂടുതലായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നതാണ്. 5 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഫിൽറ്റർ ഊരിയതാണ് നേരത്തെ നിങ്ങൾ കണ്ടത്. അപ്പോൾ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു സാധനം തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ അലർജിയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അത്യാവശ്യം യൂസ്ഫുൾ ആയിരിക്കും. എൻ്റെ കേസിൽ ഇതുവരെയായിട്ട് അങ്ങനെ എനിക്ക് അലർജി ഒന്നും ഉണ്ടായില്ല. ഇപ്പോൾ കുറച്ച് നാളായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ വരുന്നത്. മെയിൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂമിൽ ഒരുപാട് പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു പരിധി വരെ ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം കുറവൊക്കെ തോന്നുന്നുണ്ട്. വലിയ രീതിയിലുള്ള വ്യത്യാസം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ വേണ്ടി പറ്റില്ല. ലോങ് ടൈം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ആ ഒരു 5 ദിവസം കഴിയുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു ഫിൽറ്റർ തുറന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അത്യാവശ്യം എന്തോരം പൊടി വലിക്കുന്നുണ്ടെന്ന്. അതുപോലെ തന്നെ നമ്മുടെ റൂം അത്യാവശ്യം ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ റൂമൊന്ന് ക്ലീൻ ചെയ്തായിരുന്നു. ആ സമയത്ത് ഇതിൻ്റെ ഈ ഒരു ലൈറ്റിങ് മാറി. ഇവിടെ കത്തുന്ന ഓറഞ്ച് മാറി റെഡായി.
അത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അലമാരിയുടെയൊക്കെ പൊക്കത്ത് ഒരുപാട് പെട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് അത്യാവശ്യം പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇറക്കി വെച്ച് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് ആയുള്ളൂ. അപ്പോൾ തന്നെ ഇത് റെഡ് കത്തി ഓട്ടോയിലായിരുന്നു കിടന്നു വെച്ചത്. ഫുൾ സ്പീഡിൽ ബ്ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അത് കുറേ നേരം എടുത്തു. കാര്യം അത് തീരില്ല. കാര്യം ഈ ഒരു സാധനത്തിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുറവാണ്. അപ്പോൾ ഒരു ചെറിയ റൂമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. വലിയ റൂമുകൾ അല്ലെങ്കിൽ ഹാളിലേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വലുത് നോക്കേണ്ടി വരും. ബേസിക്കലി നമ്മുടെ ഇവിടെയൊന്നും അതിന് മാത്രം വലിയ ആവശ്യം വരും എന്ന് തോന്നുന്നില്ല. ഇപ്പോൾ നമ്മൾ വല്ല ഡൽഹിയിൽ അങ്ങനെയൊക്കെയാണ് താമസിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതൊരു മസ്റ്റ് ആയിട്ടുള്ളൊരു സാധനമായിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ ആപ്പിൻ്റെ കേസിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് ബഗ്ഗി ആയിട്ടുള്ള ഒരു ആപ്പാണെന്നുള്ളത്. ഞാനും അതിന് മാത്രം വലിയൊരു ബഗ്നെസ് ഒന്നും എനിക്ക് തോന്നിയില്ല. കാര്യം ആപ്പ് കൺട്രോൾസ് ഒക്കെ ഒരുവിധം നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ടായി. ഡിസ്കണക്ഷൻ ഒന്നും എനിക്ക് തോന്നിയില്ല. പക്ഷേ മെയിൻ ഒരു കാര്യം നോട്ടീസ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PN 2.5 റീഡിങ് ഇതിൽ നിന്നുള്ളത് കറക്റ്റായിട്ട് അപ്ഡേറ്റ് ആവുന്നുണ്ടായില്ല. ഓക്കെ, ചില സമയം സ്റ്റക്കായ പോലെ നിൽക്കുന്നത്. ചില സമയത്ത് ഈ സാധനം ചിലപ്പോൾ ഓറഞ്ച് ആയിരിക്കും കത്തുന്നത്, അതായത് PM റീഡിങ് കൂടുതലാണ്. പക്ഷെ നമ്മുടെ ആപ്പിൽ നോക്കുമ്പോൾ ഗുഡായിട്ട് ഗ്രീൻ ആയിട്ടായിരിക്കും കാണിക്കുന്നത്. അത് ചിലപ്പോൾ നമ്മളൊന്ന് എന്താ പറയുക സ്പീഡ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് അപ്ഡേറ്റ് ആവും. ഇതിലിപ്പോൾ 14 ആണ് കാണിക്കുന്നത്. നമ്മുടെ ഇതിൽ ഓറഞ്ച് കത്തിരിക്കുന്നത്, അതായത് ഒരു മോഡറേറ്റ് ലെവലിൽ നിൽക്കുന്ന സംഭവം. ഓറഞ്ച് അല്ലെങ്കിൽ യെല്ലോ എന്ന് പറയുന്നത് ഇത് രണ്ടും കറക്റ്റല്ല. ഞാനിവിടെ നിന്ന് ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ നോക്കണം. ഓക്കെ, അത് കൺട്രോളായി. ഇപ്പോൾ അതേ അവിടെ പച്ച കത്തി. ഇവിടെ ഇപ്പോൾ സ്പീഡ് മാറ്റിയപ്പോഴത്തേക്കും പച്ചയായി. അപ്പോൾ ഇതെന്താ സംഭവം? അപ്പോൾ ആ ഒരു വാല്യൂടെ ഒരു ഇഷ്യൂ ഉണ്ട്. ചില സമയത്ത് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ളത്, എപ്പോഴും അങ്ങനെ കണ്ടിട്ടില്ല, എന്നാലും മെയിനായിട്ടുള്ള ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അതാണ്. ആപ്പ് ഇൻ്റഗ്രേഷൻ ഒന്നും കുഴപ്പമൊന്നുമില്ല. അലക്സ ആയിട്ടുള്ള ഇൻ്റഗ്രേഷൻ ഒക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഓവറോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുഴപ്പമില്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ കൂടുതൽ വലിച്ചു നീട്ടാൻ ഉദ്ദേശിക്കുന്നില്ല. സാധനം കുഴപ്പമില്ലാത്തൊരു സാധനമാണ്. സ്മാർട്ട് ഫങ്ഷനാലിറ്റിയും ആപ്പ് ഇൻ്റഗ്രേഷനിലും കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ അതല്ലാതെ നമുക്ക് എല്ലാ കൺട്രോൾസും ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത്യാവശ്യം നല്ല അലർജിയൊക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള റൂമുകൾ, ചെറിയ റൂമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. ബെസ്റ്റായിട്ടുള്ള പല ഓപ്ഷൻസും ഉണ്ട്. ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റീപ്ലേസ്മെൻറ്റ് ഫിൽറ്ററൊക്കെ അവൈലബിൾ ആണോ, സർവീസ് എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ആരെങ്കിലും ഫ്രണ്ട്സൊക്കെ ഇതേപോലെ തന്നെ ഒരു ചെറിയൊരു കോമ്പാക്റ്റ് ആയിട്ടുള്ള എന്നാൽ ഒരു സ്മാർട്ട് ഫങ്ഷനാലിറ്റി മാപ്പ് കൺട്രോളൊക്കെ ഉള്ള ഒരു എയർ പ്യൂരിഫയർ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ റെക്കമെൻഡ് ചെയ്യാം. പേഴ്സണലി ഒരു ചെറിയൊരു റൂമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 200-200 സംതിങ് ആണ് അവർ പറയുന്നത്, 225 പറയുന്നത്. നമ്മളൊരു 200 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു റൂമാണെന്നുണ്ടെങ്കിൽ ഇത് ഒപ്റ്റിമം ആയിരിക്കും. അതും അത്യാവശ്യം ഒരു സ്പേസ് ഉള്ളിടത്ത് തന്നെ വെക്കാം. കൺജസ്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു റൂമിൻ്റെ മൂലക്ക് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം പെർഫോമൻസ് കിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം യൂസ്ഫുൾ ആണ്. ഞാൻ കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. സോ നെക്സ്റ്റ് വീഡിയോയിൽ വേറെ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് പ്രൊഡക്റ്റോ വീഡിയോ ഇട്ട് വരാം. അതുവരത്തേക്കും ബൈ.